കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിനായുള്ള അവസാനഘട്ട ചർച്ചകൾ സോണിയാഗാന്ധിയുടെ വസതിയിൽ പുരോഗമിക്കവേ ഇങ്ങ് കേരളത്തിൽ വീണ്ടും ചില പ്രശ്നങ്ങൾ പുകയുകയാണ്. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ ഷാഫി പറമ്പിൽ പിന്തുണയ്ക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ഷാഫിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. പാർട്ടിയിലെ യുവ നേതാക്കളിൽ മുൻനിരക്കാരനായ ഷാഫി പറമ്പിൽ നിലവിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് കെ.സി. വേണുഗോപാലിന് വേണ്ടി ചരടുവലിക്കുന്നു എന്നതാണ് പ്രവർത്തകരുടെ പ്രധാന ആരോപണം. UDF പ്രവർത്തകർക്കും അനുഭാവികൾക്കുമിടയിൽ ഷാഫിക്കെതിരെ വലിയ രീതിയിലുള്ള വികാരമാണ് ഉയരുന്നത്. ഇതിന്റെ പ്രതിഫലനം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും കാണാം. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ നമ്മൾ ജയിച്ചു സർ, അങ്ങനെ കുറിച്ചവരെ ജനം ശിക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബാലുശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥി VT സൂരജിനൊപ്പം ഉമ്മൻചാണ്ടിയുടെ വലിയ ഫോട്ടോ ഉയർത്തി നിൽക്കുന്ന ചിത്രം ഷാഫി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇതിനു താഴെയാണ് കോൺഗ്രസ് UDF പ്രവർത്തകർ ഷാഫിക്ക് വിമർശനങ്ങളുടെ പൊങ്കാലയിടുന്നത്. വി.ഡി. സതീശൻ ഷാഫിക്കെതിരായത് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ വീഡിയോയെടുത്ത നിലപാടാണ്. ഷാഫി, നിങ്ങളൊരു കാര്യം ഓർക്കണം, അന്ന് സതീശൻ അങ്ങനെയൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ പാർട്ടിയുടെയും പാർട്ടി അനുഭാവികളുടെയും അവസ്ഥ എന്തായിരിക്കും? നട്ടില് നിവർത്തി നിൽക്കാൻ പറ്റുമായിരുന്നു എന്ന് ഷാഫിയും ടീമും ഓർത്താൽ നല്ലത്. ചില നിലപാടുകൾ വ്യക്തികൾക്ക് അതീതമായി എടുക്കേണ്ടി വരും. ഷാഫി മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളെയും അണികൾ തള്ളിക്കളയും. ഒന്നിനും അധികം സമയം വേണ്ട എന്നാണ് കമന്റുകൾ. കെ.സിക്ക് വേണ്ടി ഷാഫി കേരളത്തിലെ മൊത്തം ജനങ്ങളെ വഞ്ചിച്ചെന്നും നിങ്ങൾ കോൺഗ്രസിന്റെ കാലനാവരുതെന്നും ചിലർ പറയുന്നു. വി.ഡി. സതീശൻ എന്ന നേതാവ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ പാർട്ടിയെ നയിക്കുന്ന രീതിയും സർക്കാരിനെതിരെ അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങളും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജനഹിതം അവഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡിലെ സ്വാധീനം മാത്രം കണക്കിലെടുത്ത് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഷാഫി ശ്രമിക്കുന്നത് രാഷ്ട്രീയ ചതിയായിട്ടാണ് അണികൾ വിലയിരുത്തുന്നത്. ഷാഫി പറമ്പിൽ വി.ഡി. സതീശനെ ഒറ്റുകൊടുക്കുകയാണെന്നും സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഗ്രൂപ്പ് കളിയിൽ ഏർപ്പെടുകയാണെന്നും അവർ പറയുന്നു. ഒരു യുവ നേതാവ് എന്ന നിലയിൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് ഷാഫി നേടിയെടുത്ത പ്രതിച്ഛായ ഈ നീക്കത്തിലൂടെ തകരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ജനഹിതം മനസ്സിലാക്കാതെയും സാധാരണ പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാതെയും മുന്നോട്ടു പോയാൽ ഷാഫിക്ക് വരും കാലങ്ങളിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് അണികളുടെ പക്ഷം. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വക്താവായി മാറിയാൽ ജനങ്ങൾ ഷാഫിയെ കൈവിടുമെന്നും അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഷാഫി പറമ്പിൽ തന്റെ നിലപാടുകൾ തിരുത്തണമെന്നും ഗ്രൂപ്പ് വൈരാഗ്യങ്ങൾക്കപ്പുറം പാർട്ടിയുടെ ഐക്യത്തിനു വേണ്ടി നിലനിൽക്കണമെന്നാണ് ഭൂരിഭാഗം പേരുടെയും ആവശ്യം. മുൻപ് പലപ്പോഴും ഗ്രൂപ്പ് പോരുകൾക്ക് അതീതനായി പ്രവർത്തിക്കുമെന്ന് ഷാഫി പറമ്പിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു പ്രത്യേക പക്ഷം പിടിക്കുന്നത് അണികളിൽ വലിയ നിരാശയുണ്ടാക്കിയിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലിന് വേണ്ടി ചരട് വലിക്കുന്നതിലൂടെ ഷാഫി തന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് കുഴി തോണ്ടുകയാണെന്ന മുന്നറിയിപ്പും പ്രവർത്തകർ നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കം എത്രയും വേഗം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ കൂടി സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഷാഫി പറമ്പിൽ തന്റെ നിലപാട് മാറ്റുമോ അതോ പ്രതിഷേധങ്ങളെ അവഗണിച്ചു മുന്നോട്ടു പോകുമോ എന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാകും.